കൊഞ്ചിയാ മതി, പിന്നെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞവന് ഇച്ചിരി കൊഞ്ചി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ആ അല്ല കൊഞ്ചൽ രാമൻ അവരും കൂടെ കൊഞ്ചി അവനെ വഷളാക്കി. ചേട്ടനും ചേച്ചിയും മമ്മിയും ചേട്ടനും ചേച്ചിയൊക്കെ പറയണ മമ്മിയാണ് ഇവനെ വഷളാക്കിയത്. ഇതൊക്കെയാണ് കണ്ടില്ലേ, ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്രവളവിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ കൊഞ്ചലും, കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ടേ. ഇത് കണ്ടോ ഇവന് കൊഞ്ചലായി അവന് എപ്പോഴും അവനെ അറ്റൻഷൻ കൊടുക്കണം നമ്മൾ, അല്ലേ ശരിയാവില്ല. അല്ലെ ഭയങ്കര വേദനിച്ചൊക്കെ ചെന്ന് ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്ന കാണാം. ചേട്ടനായാലും ചേച്ചി ആയിരുന്നാലും വരുന്നവരായിരുന്നാലും എല്ലാവരും ഇങ്ങനെ കൊടുക്കണം. കണ്ടില്ലേ? ആ ചേട്ടാ ഇനിയും ചേട്ടാ, എൻ്റെ കൊഞ്ചൽ കഴിഞ്ഞില്ല ചേട്ടാ. ആ ആ തിരിഞ്ഞൊക്കെ നിന്ന് കൊടുക്കുന്നുണ്ടോ? അപ്പം എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണണേ, വ്യൂവേഴ്സ് കുറവാണ്. എന്തു പറ്റി? എന്തു പറ്റി? കൊഞ്ച് കഴിഞ്ഞാ? തീർന്നാ? കൊഞ്ചൽ കഴിഞ്ഞാ? കൊഞ്ചൽ കഴിഞ്ഞാ പൊന്നീൻ്റെ? പൊന്നുവേ കൊഞ്ചൽ കഴിഞ്ഞാ? അവനെ ആരാടാ സ്നേഹിക്കാൻ? എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവനിപ്പോൾ നമ്മൾ 4 പേര് പോലെ ഉള്ളു. ഒയ്യോ മതി. ഇത് കണ്ടില്ലേ എന്താ ഉമ്മന്ന്? ചേച്ചിക്ക് ചുണ്ടിലെ ഉമ്മ കൊടുക്കുള്ളൂ, അത് പ്രത്യേക ഉമ്മയാണ്. കണ്ടാ? മതിയോ കൊഞ്ചിയത്? മതിയോ കൊഞ്ചിയത് പൊന്നാ? മതിയെന്ന്. ആ ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. പോയിട്ട് വാ, അച്ഛൻ്റെ കൂടെ പുറത്ത് പോയിട്ട് വാ. കൊഞ്ചൽ കഴിഞ്ഞല്ലോ, വാ. മതി ഇനി പോണ്ട. ഇനി പുറത്ത് പോയി ശിശുവൊക്കെ ചെയ്തിട്ട് കൈയും കാലൊക്കെ ഡാൻസ് കളിയാണ്. കുറച്ച് സാധനങ്ങൾ ഇവിടെ വീട്ടിൻ്റെ അകത്തൊക്കെ ഇരിക്കണം. കാരണം ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുവന്ന് മുകളിലിട്ടേക്കണം കേട്ടോ. കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതായത് ഈ സ്റ്റെപ്പ് മെഷീൻ വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരുന്നു. പിന്നെ ഇനി ഇച്ചിരി പെയിൻ്റൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്, എല്ലാവരും അവധിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇതിൻ്റെ അവിടെയുള്ള ഫർണിച്ചറും നമ്മുടെ സാധനങ്ങൾ വെക്കുന്ന ഫർണിച്ചറും എല്ലാ മാസ സാധനങ്ങൾ വെക്കുന്നതൊക്കെ മുകളിലിട്ടേക്കുന്ന കേട്ടോ. അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി പറ്റുള്ളൂ. പോയിട്ട് വാ, അച്ഛനോടെ പോയിട്ട് വാ. അമ്മയുണ്ട്, പോയിട്ട് വാ. പോയിട്ട് വാ ഏട്ടാ. വന്നിട്ട് കൈ കാലൊക്കെ തുടക്കാം, മഴ പെയ്യും. പോക്കോ പോണാ, പോയിട്ട് വാ. പോകൂ നോക്കണം പോകണോ വേണ്ടേന്ന്. പോക്കോ വേണ്ടേ? പേടിയാട്ടോ, തിരിച്ചു വരണം. കാരണം അച്ഛനില്ലല്ലോ, അച്ഛൻ ഷാരിനെ മേടിക്കാൻ. അങ്ങോട്ടും കൂടെ മൂത്രം ഒഴിപ്പിക്ക്. അച്ഛോ പോക്കോ, ചേട്ടനോടെ പോ. അച്ഛയുണ്ട്, അച്ഛൻ കടയിൽ പോയിരിക്കുന്നത്. മോൻ വന്നിക്കണ്ടേ, പോക്കോ. ഓക്കെ. വരുന്നുണ്ട്. കാലൊക്കെ തുടച്ചു കൊടുക്കട്ടെ, എന്നിട്ട് വരാം. തുടച്ചു തരാം. ടിഷ്യൂ പേപ്പർ എടുക്കട്ടെ, തുടക്കട്ടെ. വച്ചു ഇരുന്നോ. അന്നേ തുടക്കട്ടെ മമ്മ. എടേ കൈ തന്നേ മാമ, തുടക്കട്ടെ. ഗുഡ് ബോയ്. ശരി ടിഷ്യൂ പേപ്പർ ഇട്ടൊക്കെ തുടക്കട്ടെ കേട്ടാ. ശരി. ഇരുന്നോ മാമ, കൈയൊക്കെ കഴുകിയിട്ട് വരട്ടെ. പോയി അതിൻ്റെ പോയിട്ട് എവിടെ? അടിയിൽ പോയി. അതാണ് ഈ ഓടുന്നത്. എവിടെ? എടുക്ക പൊന്നോ. എടുക്ക ബോൾ എടുക്ക. എവിടെ? സെറ്റിൻ്റെ അടിയിൽ ബോൾ എടുക്ക. ചേട്ടാ മാറി. കണ്ടോ ഈ കളിയൊക്കെ കുറേ നാളായില്ലേ നിങ്ങൾ കണ്ടിട്ട്? ഫ്രണ്ട്സ് കണ്ടില്ലേ എൻ്റെ കളി? കണ്ടോ ഇട്ടുകൊടുക്കും. സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, സാധനങ്ങൾ കുറേ റൂഫിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ
വച്ചിട്ട് ഇനി അതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കണം. പെയിൻറ്റും കൂടെ അടിച്ചിട്ട് വെക്കാനാണ്. വച്ചിട്ട് ഓരോ സാധനങ്ങൾ ഏത് കണ്ടില്ലേ, ഷൂ ട്രാക്കൊക്കെ ഇവിടെ ഇരിക്കണ. 1 2 3 കളി രസമാണ് കേട്ടോ. ഓടിപ്പോയി എടുക്കുന്നുണ്ടോ കണ്ടോ? ആ കൊണ്ടുവാ വായിലുണ്ടേ. ആ ഇവിടെ അവൻ തന്നെ ഇടുകയും ചെയ്യും, അവൻ തന്നെ കളിക്കുകയും ചെയ്യും. പൊന്നോ എടുത്തോണ്ട് വാ. തട്ട് ബോള് തട്ട് പൊന്നെ, ബോള് തട്ട് പൊന്നാ. കണ്ടല്ലോ ഇങ്ങനത്തെ കളികൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. എല്ലാം സെറ്റിയുടെ ഇടയിലേക്ക് വീഴുന്നു. അവന് ഈ ചുവന്ന ബോളാണ് ഇഷ്ടം. ആ കളിക്ക് എന്നാ. റബ്ബർ ബോൾ കിട്ടിയില്ലേ, അപ്പോൾ തീർന്ന് എല്ലാം. ചുവന്ന ബോളിൻ്റെ കാര്യം തീർന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഇവൻ്റെ കളിയൊക്കെ കണ്ടില്ലേ, കുറേ നാളായില്ലേ. ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നതാണേ. തുടച്ചൊക്കെ തന്ന് ചേട്ട കൊണ്ടുപോയി തുടച്ചൊക്കെ തന്ന് മമ്മി തുടച്ചൊക്കെ തന്ന്. അത് നമ്മൾ അപ്പി ഇട്ടില്ലെങ്കിൽ വരുമ്പം എല്ലാം എടുത്തോണ്ട് വന്നേ, മമ്മിക്ക് എടുത്തോണ്ട് വന്നേ. വാ അമ്മയുടെ പൊന്നെ എടുത്തോണ്ട് വാ. ക്യാരറ്റ് എന്തി പൊന്നിൻ്റെ ക്യാരറ്റ്, ഇതുപോലത്തെ ക്യാരറ്റ് ഇത് ചേച്ചി ഇങ്ങോട്ടോ തായ്ലൻഡിൽ പോയപ്പോൾ കൊണ്ടുവന്ന സാധനമാണ്. ഇതുപോലത്തെ ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. മോൻ്റെ എല്ലാ ടോയ്സും ഉണ്ടല്ലോ ഒരു ബാഗിലാക്കി വച്ചിരിക്കുന്നത്. എല്ലാം കൂടെ വാരി വലിച്ച് കട്ടിലിട്ടാലേ കിടക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ പോന്നോ. എങ്ങനെ ഹായ് കൊടുത്തേ? ബാ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. മമ്മി ഇതൊക്കെ മാറ്റട്ടെ, ഷീറ്റൊക്കെ മാറ്റട്ടെ. ബാ ഒരു ഹായ് കൊടുത്തേ പോന്നോ, ഒരു ഹായ്. അച്ഛൻ എവിടെ പോണ്, ചേട്ടൻ എവിടെ പോകണമെന്നാണ് എല്ലാവരും ഇവനെ ഉണ്ടല്ലോ കൊഞ്ചിക്കണം എപ്പോഴും. ഇല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ഒറ്റക്കൊക്കെ വന്ന് ഇരിക്കലും. എവിടെ പൊന്നോ ഒരു ഹായ് കൊടുത്തേ പൊന്നു, ഒരു ഹായ് കൊടുത്തേ അമ്പഴ പൊന്ന്. കൊച്ചിന് കൂട്ടൊന്നും ഇല്ലല്ലോ. കൊച്ചിങ്ങനെ കൊച്ചിനോട് കളിക്കുന്ന ഡാഡി മമ്മിയൊക്കെ ഇടക്കിടക്ക് കളിക്കും. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ. ഇപ്പം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ നാട്ടിൽ പോയി വന്നേ പിന്നെ ഉണ്ടല്ലോ വ്യൂവേഴ്സ് വളരെ കുറവാണ് കേട്ടോ. ഞാൻ രാവിലെ ഇട്ടിട്ട് ഡെയിലി കാണുന്നുള്ളവർ കാണുന്നു എന്നല്ലാതെ അത് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്തിരുന്നാലേ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷെയറൊക്കെ ചെയ്തിരുന്നാലേ ഒന്ന് എൻ്റെ വീഡിയോസ് എല്ലാവരുടെ കയ്യിൽ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നാട്ടിൽ പോയതിൻ്റെ കാര്യം. ഒരു ദിവസം ഞാൻ ശരിക്കും ഫേസ് കാണിച്ച് വരാം കേട്ടോ. നാട്ടിൽ പോയതിൻ്റെ കാര്യം, ഒരു ഫ്ലാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പേപ്പേഴ്സ് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ പോകാറില്ല. ഇനിയിപ്പോൾ മോളും ഹസ്ബൻഡും കൂടെ പോവും. ഇപ്പോൾ ഈ അടുത്ത മാസം വിഷുവിന് മുമ്പ് പോവും. അത് കഴിഞ്ഞിട്ട് വിഷു ഇവിടെ ആയിരിക്കും. ഒരു 3 ദിവസത്തേക്ക്, മോൾക്ക് 3 ദിവസത്തേക്ക് അവധിയുള്ളൂ. അപ്പോൾ പോയിട്ട് വരും. അങ്ങനെയൊക്കെയാണ്. അപ്പം അതുവരെ ഹസ്ബൻഡും പിന്നെ ഒരുപാട് ലീവ് എടുത്തു, അവളും ഒരുപാട് ലീവ് എടുത്തു. അതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടില്ല. ഞാൻ പോകുമ്പോഴൊക്കെ അവളും ഉണ്ടായിരുന്നു. അവളുള്ള സമയത്ത് ഹസ്ബൻഡ് പോകും ജോലിക്ക്. ഹസ്ബൻഡ് പോകുന്ന സമയത്ത് അവളിവിടെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഉണ്ടല്ലോ, ദീപക്കിന് പേടിയില്ലായിരുന്നു. ദീപക്ക് പോയി ഇനി അവനെ, എന്നാലും നമ്മൾ മറക്കൂല കേട്ടോ. ദീപക്കിനെ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഇവന് സ്റ്റെപ്പിലേക്ക് നോക്കി നിൽക്കില്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കും. ദീപക്കിന് ഇവനെ പേടിയില്ല. അവൻ്റെ കൂടെ കളിക്കുന്നതല്ലേ ദീപക്ക്. പക്ഷേ ഇപ്പോൾ വന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ 3-4 മാസമല്ലേ ആയുള്ളൂ. ദീപക്ക് മരിച്ചതിന് ശേഷം വന്ന കുട്ടിയാണ്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ പേടിക്കരുതെന്ന് പറഞ്ഞിരുന്നാൽ ഇത്രയും വലിയ പെറ്റല്ലേ. അപ്പോൾ അതിന് കാണുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. ഹോളിലായിട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ പറയും ഒന്ന് റൂമിലേക്ക് ആക്കണേ, റൂമിൽ. അപ്പോൾ അവൾ ആ റൂം തുറക്കുമ്പോൾ നമ്മൾ ഈ റൂമിൽ അവന് ഇപ്പോൾ എന്തെന്നറിയാമോ, ഇവൻ നല്ല അനുസരണയുള്ളതും അവന് സാഹചര്യം കൊണ്ട് മനസ്സിലാവും കേട്ടോ.
നമിത വന്നു. ഇപ്പോഴത്തെ നമ്മുടെ പണിക്കാർ നമിത എന്നാണ് പേര്, ആ കുട്ടിയുടെ പേര്. അപ്പോൾ നമിത വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രില്ല് തുറന്ന് അവൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ പോന്ന് പറയണ്ട, അവർ റൂമിലേക്ക് ചെന്ന് ഏതെങ്കിലും റൂമിൽ ചെന്ന് ഇരിക്കും കേട്ടോ. അങ്ങനെ അവന് എല്ലാം മനസ്സിലാവുന്ന ഒരു മോനാണ് എൻ്റെത്. അവൻ റൂമിലേക്ക് ചെന്നിരിക്കും. നമിതയെ കാണുമ്പം തന്നെ അവനറിയാം ആ കുട്ടിക്ക് പേടിയാണെന്ന് മനസ്സിലായതുകൊണ്ട് അത് റൂമിൽ വന്നിരിക്കും. പിന്നെ ആ റൂം തുടക്കുമ്പോൾ ഈ റൂമിൽ നിന്ന് ഞാൻ പറയും, മോൻ നമിത ചേച്ചി ഇവിടെ തുടക്കട്ടെ ഏട്ടാ, അപ്പുറത്തെ റൂമിൽ പോകാൻ പറഞ്ഞാൽ അപ്പുറത്തെ റൂമിൽ പോകും. അങ്ങനെയല്ല എൻ്റെ മോൻ അനുസരണയുള്ള കുട്ടിയാണ്, അനുസരണയുള്ള കുട്ടിയാണ് കേട്ടോ. അല്ല, അനുസരണയും എല്ലാ സാഹചര്യവും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കുട്ടിയാണ്. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവന് ഭയങ്കര വിഷമം വരും. ഇപ്രാവശ്യം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്രാവശ്യം ചിക്കൻ മാത്രമേ കഴിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഈ സബ്ജി എന്ന് പറഞ്ഞാൽ അവൻ തന്നെ കഴിക്കത്തില്ല, അത് ഞാൻ വാരി തന്നെ കൊടുക്കണം. അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വന്നതിന് ശേഷം അവന് നമ്മുടെ മധുരക്കിഴങ്ങാണ് കേട്ടോ. അത് മധുരക്കിഴങ്ങിന് എന്താ പറയുന്നത്, ഒരു ചുമന്ന കളറിലെ കിഴങ്ങ്, അത് മധുരക്കിഴങ്ങ്, പിന്നെ മത്തങ്ങ, ക്യാരറ്റ്, ബീൻസ്, പപ്പായ, ഇതെല്ലാം ചേർത്ത് ഇപ്പോൾ ഡെയിലി ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പോയ ആ സമയം അവന് ഇവർ ബിസ്ക്കറ്റും ചിക്കൻ മാത്രമേ കഴിക്കുള്ളായിരുന്നു, വേറെ ഒന്നും കഴിക്കില്ല, മുട്ടയും. അത് കാരണം പച്ചക്കറിയുടെ വിറ്റാമിൻസ് കുറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഡെയിലി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അവൻ കഴിക്കാനൊക്കെ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്ന സമയം അവൻ ഒട്ടും കഴിക്കില്ലായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, ആൾ ഓക്കെ ആയിരുന്നു, നല്ല ആക്റ്റീവായിരുന്നു. എന്നാലും എന്നെ കാണാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ അവനുണ്ട്. മരുന്ന് കൊടുക്കാൻ പറ്റിയില്ല അവർക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ മോള് ചൊല്ലുമ്പോഴും അവൻ മുറുകാൻ തുടങ്ങും. അവന് ഇഷ്ടമല്ല, അവന് ഞാൻ തന്നെ കൊടുക്കണം. അതുകൊണ്ട് ആ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻസൊക്കെ മുടങ്ങലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഇടാതെ വന്ന് ഇവിടെ വന്നതിന് ശേഷം വ്യൂവേഴ്സൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിരുന്നാലേ വീഡിയോസ് കാണാനും ഒക്കെ. അപ്പോൾ എല്ലാവരും നല്ലതായിട്ടിരിക്കുക. ഇന്നലെ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ഈദ്, പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ് ഇവിടുത്തെ ഈദ് കേട്ടോ, കൽക്കട്ടയിലെ ഈദ്. ഇവർക്ക് ചാന്ത് കാണുന്നത് ഇന്നാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഈദ് ആശംസകൾ. എല്ലാവരും നല്ലതായിട്ടിരിക്കുക. നല്ലൊരു ഈദ് ആശംസകളൊക്കെ നേരുന്നു എല്ലാ ശംഖു ഫ്രണ്ട്സിനും. ഇനിയിപ്പോൾ വിഷു വരുന്നതാണ്. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും കേട്ടോ. ചിക്കനൊക്കെ ഞാൻ കൊടുത്തു, നീ കളിച്ചടിച്ച് കിടന്ന് ഉറങ്ങിക്കോളും. ഇനി ഷീറ്റൊന്ന് മാറണം, അപ്പോൾ ഷീറ്റൊക്കെ മാറി കഴിയുമ്പോൾ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. സഹകരിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമല്ലേ എനിക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് നല്ല ജോലിയായിരുന്നു കേട്ടോ, ഭയങ്കര ജോലിയായി. ഞാൻ കുറേ ദിവസം ഇല്ലാത്തതുകൊണ്ട് വീട് ആകെ ഇതും. പിന്നെ ഇപ്പോൾ മേസ്ത്രിമാർ ഇതായതുകൊണ്ട് ഇപ്പോൾ അവധിയാണ്. ഇനിയിപ്പോൾ പിന്നെയും വരും തിങ്കളാഴ്ച തൊട്ട്. കുറച്ചും കൂടെ വീട്ടിൽ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫർണിച്ചറൊക്കെ മര്യാദക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് അതിൻ്റേതായ രീതിയിൽ വെച്ച സാധനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, മുകളിലത്തെ റൂഫിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പണികൾ. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ടാണ് എങ്ങനെയൊക്കെയോ ഷോർട്ട് വീഡിയോ കണ്ടൻറ്റ് വരുമ്പോൾ ഞാൻ ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കയ്യെത്തൂല മമ്മിയുടെ, വാ, കയ്യെത്തുന്നില്ല. ചേച്ചിമാരോ ആൻറ്റിമാരോ ഒന്നും കാണുന്നില്ല. കിടക്കാനല്ല, ഇവിടെ വരാനല്ല, മോനോട് ഒരു ഹൈ കൊടുക്കാൻ. ഒരു ഹൈ ടാറ്റയൊക്കെ കൊടുത്തേ. നമ്മുടെ പൊന്ന് പറഞ്ഞ് അനുസരിക്കുന്ന കുട്ടിയല്ലേ, ഗുഡ് ബോയ് അല്ലേ, നമ്മുടെ പൊന്ന് ഗുഡ് ബോയ് അല്ലേ. ഒരു ഹൈ ടാറ്റ എല്ലാവർക്കും ഹായ് കൊടുത്തേ. ഗുഡ് ബോയ് ആണ് കേട്ടോ അവൻ. ടാറ്റ പറഞ്ഞേ, ടാറ്റ. എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ആൻറ്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ടാറ്റ കൊടുത്തേ. പൊന്നു എങ്ങനെ ടാറ്റ കൊടുത്തേ. ഈ കൈ കൊണ്ട് കൊടുത്തേ. ടാറ്റ കൊടുക്ക്. മമ്മി വൈൻഡപ്പ് ആക്കാൻ പോണു. ടാറ്റ ഒന്നും കൂടെ ടാറ്റ കണ്ടില്ലേ. അപ്പോൾ നാളെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം. എൻ്റെ മോൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും എൻ്റെ കുഞ്ഞിനെ കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നെ നല്ല ടാറ്റ നിന്ന് കണ്ടില്ലേ. ഒന്നും കൂടെ ടാറ്റ ഒന്നും കൂടെ കൊടുത്തേ. ടാറ്റ വൈൻഡപ്പ് ആക്കാൻ പോണു മമ്മി.
ടാറ്റ പറ. ടാറ്റ ടാറ്റ. ആ ഓക്കെ ബൈ ബൈ ബൈ. ഓക്കെ ബൈ ബൈ. ഗുഡ് ബോയ് ബൈ. ബൈ പറഞ്ഞേ. ഗുഡ് ബോയ് ബൈ ബൈ ബൈ. മതിയായി കേട്ടോ, ഉറങ്ങേണ്ട ഇതിലാണ്. നല്ലൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. സോറി, നല്ലൊരു നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാതെ